ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ട്രേഡ് ചെയ്യുമെന്ന് നോക്കാം. 69.95 പോയിന്റ്സ് ഡൗൺ ആണ്. S&Pയുടെ നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവാണ്. അപ്പം ഇറാൻ ഇസ്രയേൽ US കോൺഫ്ലിക്റ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എന്നുള്ളൊരു ഭീതി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആണ്, ടോട്ടലി ഒരു ഫ്ലാറ്റ് രീതിയിലാണ് ട്രേഡിങ് നടക്കുന്നത്. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയാണ് നമ്മുടെ ഒരു പ്രധാന ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 140 പോയിന്റ് ഡൗൺ സൈഡ് ആണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്കും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് നിക്കി 865 പോയിന്റ്സ് ഡൗൺ ആണ്. ഹാങ്സം 122 പോയിന്റ്സ് ഡൗൺ ആണ്. തായ്വാൻ വെയ്റ്റഡ് 85 പോയിന്റ്സ് അപ്സൈഡ് ആണ്. അപ്പം ഒരു ജക്കാർത്ത കമ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ 228 പോയിന്റ്സ് ഡൗൺസ് ആണ്. ഷാങ്കായ് കമ്പോസിറ്റ് ആണെങ്കിൽ 38 പോയിന്റ്സ് അപ്സൈഡ് ആണ്. മിക്സഡ് സിഗ്നലാണ് ഏഷ്യൻ മാർക്കറ്റ്സ് തരുന്നത്. സോ എന്തായാലും നമുക്ക് നിഫ്റ്റിയുടെ ഒരു രീതിയിൽ കെയർഫുൾ ആയിട്ട് പോയേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റി 50 ഒരു 15 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി സ്വീപ്പാണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത്. അതായത് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ്റെ ട്രെൻഡ് ലൈൻ്റെ എബോവ് മാർക്കറ്റ് ട്രേഡ് ചെയ്തു. ആൻഡ് ട്രേഡ് ചെയ്ത ശേഷം മാർക്കറ്റ് ആ ഒരു മുകളിലത്തെ സപ്ലൈ സോൺ ടെസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് പോലും മാർക്കറ്റിന് ഇല്ലായിരുന്നു. കണ്ടില്ലേ, മാർക്കറ്റ് സ്ലോലി ഡൗൺ സൈഡ് വരുമായിരുന്നു. അപ്പം ടോട്ടലി മാർക്കറ്റിൽ ഇന്നലത്തെ ലെവൽസ് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാമെന്നതാണ് എനിക്കിപ്പോൾ നിലവിൽ പറയാനുള്ളത്. അപ്പം ഈ ഒരു താഴത്തെ ഈ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ താഴത്തെ 23,290 എന്ന് പറഞ്ഞ ലെവലിൽ ഞാൻ അതേപോലെ കീപ്പ് ചെയ്യുവാണ്. ഒരു ചേഞ്ചും വരുത്തുന്നില്ല. മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൽ എവിടെയെങ്കിലും ഡിമാൻഡ് എടുത്ത് കയറുവാണോ എന്നുള്ളത് നമുക്കൊന്ന് വാച്ച് ചെയ്യണം. ആൻഡ് ഇതാ ഈ ഒരു സോണില്ലേ, ഈ ഒരു ഏരിയ, അപ്പോൾ ഈ ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യത്തില്ല. എന്തായാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് വരും. സോ ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് അപ് സൈഡ് പോകാൻ മാർക്കറ്റ് നോക്കോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇന്നലത്തെ അതേ ലെവൽസ് നമുക്കിവിടെ കീപ്പ് ചെയ്യാം. ഇതൊരു സപ്ലൈ സോണായിട്ട് കീപ്പ് ചെയ്യാം. ഇത് രണ്ടാമത്തെ സപ്ലൈ സോണായിട്ട് കീപ്പ് ചെയ്യാം. ആൻഡ് ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. കാര്യം മാർക്കറ്റ് പലതവണയായിട്ട് ഈ ഒരു ഏരിയയിൽ ഡിമാൻഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഗ്യാപ്പ് തന്ന സോണാണ്. ഓക്കെ, കഴിഞ്ഞ തവണ ഈ ഒരു ഏരിയ ഡിമാൻഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ താഴെ ഗ്യാപ്പ് ഫില്ലിംഗ് ടോട്ടലി ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും 22,920 വരെയുള്ള റേഞ്ചുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ താഴെ മാർക്കറ്റ് പോകുവാണെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇന്നത്തെ റിസൾട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഏതെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്ന് ഗ്രാസം, അപ്പോളോ ഹോസ്പിറ്റൽസ്, ലെൻസ്കാർട്ട്, ഒല ഇലക്ട്രിക് മൊബിലിറ്റി, ഡോക്ടർ അഗർവാൾസ് ഹൈ ഹോസ്പിറ്റൽ, എയറിസ് ലൈഫ് സയൻസ്, HCL, ഹണിവെൽ ഓട്ടോമേഷൻ, ഇന്റർനാഷണൽ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, IndiCube, IRB ഇൻഫ്രാസ്ട്രക്ചർസ്, JK ലക്ഷ്മി സിമെന്റ്, ജുബിലന്റ് ഫുഡ് വർക്ക്സ്, ക്വാളിറ്റി വാൾസ്, മെഡ്പ്ലസ് ഹെൽത്ത് സർവീസ്, മെട്രോ ബ്രാൻഡ്സ്, മദേഴ്സൺ ഇന്റർനാഷണൽ, സ്വാപ്തിക് ഗ്രീൻ എനർജി, സമാൻ ക്യാപിറ്റൽ, ടീം ലീസ് സർവീസ് ആൻഡ് വേൾപൂൾ ഓഫ് ഇന്ത്യ എന്ന കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പം ഈ കമ്പനികളിൽ ഒന്ന് നോക്കാം. BPCLന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. 3,214 നിന്ന് 3,191, ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സി എന്റർടൈൻമെന്റിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 102 കോടിയിലാണ് ലോസ് നിൽക്കുന്നത്. വിത്ത് പ്രോഫിറ്റ് ഓഫ് 198.4 crores. ട്രൈഡന് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് സിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ബൊറോസിലിനും അങ്ങനെ തന്നെയാണ്, പ്രോഫിറ്റ് സ്ലൈറ്റ്ലി സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഓർക്ല ഇന്ത്യക്കാണെങ്കിൽ പ്രോഫിറ്റ് സൂം ചെയ്തിട്ടുണ്ട്. 35 കോടിയിൽ നിന്ന് 108ലേക്ക് ശതമാനം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 73 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. റവന്യൂ ഓൾസോ റൈസ് ചെയ്തിട്ടുണ്ട്. കർണാടക ബാങ്ക് ആണെങ്കിൽ പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്. 252 കോടിയിൽ നിന്ന് 408 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഗോദാവരി പവറിനും അങ്ങനെ തന്നെയാണ്. 221 കോടിയിൽ നിന്ന് 250 കോടിയിലേക്ക് പ്രോഫിറ്റ് മാറിയിട്ടുണ്ട്. ഹാറ്റ്സ് ആൻഡ് ഓഗ്രോയ്ക്കും പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. മാൻകൈൻഡ് ഫാർമയുടെ ആണെങ്കിൽ 424 കോടിയിൽ നിന്ന് 559 കോടിയിലേക്ക് പ്രോഫിറ്റ് മാറിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് എന്തായാലും വീണ്ടും കെയർഫുൾ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കേണ്ട ദിവസമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇന്ന് പിരമൽ ഫിനാൻസ് ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. പിരമൽ ഫിനാൻസ് ഞാൻ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വാച്ച് ചെയ്യുകയാണ്. അപ്പം നിങ്ങളും കെയർഫുള്ളി ഒന്ന് പിരമൽ ഫിനാൻസിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. നിലവിൽ ഒരു 1886 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിന്നും ഡിമാൻഡ് എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ പിരമൽ ഫിനാൻസിൻ്റെ ഒരു പ്രൈസ് ആക്ഷനാണ് ഇന്നത്തെ ദിവസം ഞാൻ പഠിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും വാച്ച് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു നോട്ടൊക്കെ ഉണ്ടാക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ പതുക്കെ മാർക്കറ്റിൻ്റെ
ഇൻഡെപ്ത് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. സോ എക്സ്പെർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ സ്റ്റോക്സ് അതിൻ്റെ പെർഫോമൻസും നമ്മുടെ പാറ്റേൺസും എല്ലാം നമ്മൾ ഡെയിലി പോളിഷ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം പറയാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. സോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. അപ്പം അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.